തിരുവനന്തപുരം പൊന്മുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. പൊന്മുടി LP സ്കൂളിന് സമീപമാണ് രാവിലെ 7:30യോടെ പുലിയെ കണ്ടത്. പുലി കാട്ടിലേക്ക് ഓടിയെന്ന് സ്കൂളിലെ പാചക തൊഴിലാളികൾ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് പൊന്മുടി പോലീസ് സ്റ്റേഷന് മുന്നിലും പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായുണ്ട്. അഖിൽ ഷാ, പുലിയെ കണ്ടവർ എന്താണ് പറഞ്ഞത്? ഗോപി, ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പൊന്മുടിയിൽ നേരത്തെ ഇത്തരത്തിൽ ഒരു പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഈ പൊന്മുടി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഒരു പുലിയെ കണ്ടത്. അതിന് പിന്നാലെ ഈ പുലി കാണാമറയത്തേക്ക് പോവുകയും ചെയ്തു. വനംവകുപ്പ് ഉൾപ്പെടെ ഈ പുലിയെ അന്വേഷിച്ചിരുന്നു, പക്ഷെ അന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇന്ന് രാവിലെ 7:30യോടുകൂടിയാണ് പൊന്മുടി LP സ്കൂളിന് സമീപം വീണ്ടും ഒരു പുലിയെ കണ്ടത്. ശരി അഖിൽ ഷാ, 7:30യോടുകൂടിയാണ് പുലിയെ കണ്ടത്. നാട്ടുകാർ ആണ് ഈ വിവരങ്ങൾ നൽകിയത്. അഖിൽ ഷാ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ടെലിഫോൺ ലൈനിൽ ക്ലാരിറ്റി കുറവുണ്ട്. നമുക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി വരാം. പൊന്മുടിയിൽ ഇതിനു മുൻപും ഒരിക്കൽ പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു, പക്ഷേ ഇത് നാട്ടുകാരിൽ ഭീതി വളർത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ആ നാട്ടുകാരിൽ ചിലർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, അത് കേൾക്കാം ഇനി. ഞാൻ രാവിലെ 7:30 മണിയായപ്പോൾ സ്കൂളിൽ പാചകത്തിനായിട്ട് വന്നതാണ്, കാപ്പി ഉണ്ടാക്കാൻ. ഞാൻ ചുമച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ മുൻ വശത്തോട്ട് ഓടി അങ്ങ് പോയി. ഞാൻ നോക്കിയപ്പോൾ പുലിയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, നെഞ്ചിടിപ്പും വല്ലാതെയൊക്കെ വന്ന്. ഞാൻ പിന്നെ അടുത്തുള്ള ഒരാളോടെ ചെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഇനി വന്ന് എവിടെയൊക്കെ നോക്കി ഞാൻ ഗുളികയും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ. അത് കഴിഞ്ഞ് എല്ലാവരും വന്നു, പോലീസുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും വന്ന്. അങ്ങനെ വേറെ എനിക്കൊരു നെഞ്ചിടിപ്പും വെപ്രാളമൊക്കെ ഉണ്ടായി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.